ഒന്ന് ഹസ്തിനാപുരാണ് ഇവരെ ക്യാപിറ്റൽ. പിന്നീട് അതിൻ്റെ അടുത്ത് പിന്നെ കാമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ദ്രൗപദി ഉള്ളത്. പിന്നെ അഹിച്ഛത്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് ഇവരുടെ ഒരു വലിയ സെൻ്ററായിരുന്നു. പാണ്ഡവന്മാരും കൗരവന്മാരും ജീവിച്ചിരുന്നു എന്നുള്ളൊരു പോസിബിലിറ്റി. ട്രൈബ്സ് അത് ട്രൈബൽ വാർഫെയർ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ദൂരം എന്ന് കാണുമെങ്കിൽ 400-500 കിലോമീറ്ററേ ഉള്ളൂ. മഹാഭാരതത്തിന് 3 റിസെൻഷൻസ് വന്നിട്ടുണ്ട്. ഒറിജിനൽ മഹാഭാരതം 8800 വേഴ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 24,000 വേഴ്സസായി. ഏതെങ്കിലും പോയിന്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് താങ്കളെ എക്സ്കവേഷനുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കേരള ഒരു കാര്യത്തിലും ഇല്ല, അപ്രോച്ച് ചെയ്തിട്ടില്ല. അവർ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ആദ്യം അറിയാവുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ലെഫ്റ്റ് ഗവൺമെന്റ് കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം 1-2 കമ്മിറ്റികളിൽ അവർ ഒരിക്കലും വിളിച്ചിരുന്നു. പിന്നെ അത് വളരെ മുമ്പാണ്. പിന്നെ ഏതാണ്ട് 2015-16 1-2 കമ്മിറ്റി, അല്ലാതെ തന്നെ പൊതുവെ വിളിക്കാറില്ല. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഇവർക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയാണെങ്കിൽ പിന്നീട് ഈവൻ പിന്നെ ലെക്ചേഴ്സിന് വേണ്ടി വരെ ഉണ്ടാവുമല്ലോ, ഈ യൂണിവേഴ്സിറ്റിയിലുള്ള ലെക്ചർ, അതിനു വേണ്ടി വരെ വിളിക്കില്ല. അത് പൊതുവെ അത് നമുക്ക് ഇപ്പോഴുള്ള വിവരത്തിനനുസരിച്ചിട്ട് ഏതാണ്ട് 1000 BC ആയിട്ടാണ് അറിയാവുന്നത്. അല്ല 1000 BC. നമുക്ക് ഈ ഈ കോട്ടുക്കൽ ഉള്ള കേവ് ടെമ്പിൾ മാത്രമേ പഴക്കമുള്ളതാണ്. ഏത് കോട്ടുക്കൽ? കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ അവിടെ 2 കേവ് ടെമ്പിൾസ് ഉണ്ടല്ലേ? അതെ. അത് എനിക്ക് തോന്നുന്നു ഈ കേവ് ടെമ്പിൾസ് അധികവും 7th സെഞ്ച്വറിയിൽ ആണ്. ഇത് നാച്ചുറൽ കേവാണ്, മറ്റേത് മാൻമെയ്ഡ് കേവാണ്. ഈ മാൻമെയ്ഡ് കേവ്സ് അധികം ഉണ്ടാകുന്നത് പല്ലവ പീരീഡ് ഉണ്ടല്ലോ, നമ്മളെ മഹാബലിപുരത്തുള്ള ആ ടൈമിലാണ്, ആ കാലത്താണ് ഉണ്ടാകുന്നത്. അത് 7th സെഞ്ച്വറി AD വരുന്നത്. മറ്റേത് മാൻമെയ്ഡ് ആണെങ്കിൽ അത് കുറേ കൂടി പുറകോട്ട് പോകും. അപ്പോൾ നമ്മൾ എടക്കൽ എന്ന് പറയുകയാണ് നാച്ചുറലാണ്. പാറ തുറന്നിട്ടുള്ളതാണ്. അത് ഏതാണ്ട് പിന്നെ 2nd സെഞ്ച്വറി AD മുതൽ, അല്ലെ 1st സെഞ്ച്വറി AD മുതലും തോന്നാം. അത് കുടക്കല്ലുകൾ, അതൊക്കെ ഇരുമ്പ് കണ്ടുപിടിച്ച യുഗമുണ്ടല്ലോ, മറയൂരൊക്കെ ഉള്ളത് തന്നെ. അപ്പോൾ ഇരുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കല്ലുകൾ ചെത്താൻ കഴിയുക, വെട്ടിയെടുക്കാൻ പറ്റുക. അപ്പം കൃഷ്ണൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം എന്ന് പറയുകയാണെങ്കിൽ അത് ഇരുമ്പ് കണ്ടുപിടിച്ച യുഗത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ശരിക്കും മഹായുദ്ധമല്ല, അത് ഒരു 500 കിലോമീറ്ററിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ്. കാരണം കുരുക്ഷേത്രം മുതൽ മഥുര വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 420 കിലോമീറ്ററാണ്. ഇനി 500 കിലോമീറ്റർ വെക്കുക, ഇതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങൾ മുഴുവനും. അത് കാമ്പിൽ, പിന്നെ ഹസ്തിനാപുര, ഈ സ്ഥലങ്ങൾ മുഴുവൻ, കുരുക്ഷേത്ര, ഈ സ്ഥലങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഫത്തേപൂർ സിക്രിയിൽ ഇരുമ്പയിരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആരെ കയ്യിൽ ഇരുമ്പായുധങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ടോ അയാൾ കൂടുതൽ ശക്തവാനായിട്ടുള്ള രാജാവാകും. അവർക്ക് എംപയേഴ്സ് ഉണ്ടാക്കാൻ കഴിയും. അതെ അതെ, അത് ഹസ്തിനാപുരത്താണ്. ഹസ്തിനാപുരത്ത് ഉണ്ടായിരുന്നു എന്നല്ലേ? അതെ അതെ. അത് കണ്ടുപിടിക്കുന്ന ഏതാണ്ട് പിന്നെ ഹസ്തിനാപുരം ഞങ്ങളെ പിന്നെ കണക്ക് പ്രകാരം 1200-1300 BC വരുന്നത്. ഈ പിന്നെ മഹാഭാരത കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ പാത്രങ്ങളുണ്ട്, PGW എന്ന് പറയും, പെയിൻറ്റഡ് ഗ്രേവെയർ എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ പാത്രങ്ങൾ ഇതിന്ന് കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും കിട്ടും. പിന്നെ ഒന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഈ വായുപുരാണത്തിലൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പറയുന്നുണ്ട്, ഗംഗേയ അപഹൃതേ നഗരം നാഗസ്വാഹയെ ത്യുക്താർ നിജക്ഷുർ നഗരം കൗശാംബേയം സന്യ. വെള്ളപ്പൊക്കത്തിൽ ആ വെള്ളപ്പൊക്കത്തിൻ്റെ പാടുകൾ എക്സ്കവേഷനിൽ കിട്ടി. അത് 8th ജനറേഷൻ, പരീക്ഷത്തിൽ നിന്ന് 8ാമത്തെ ജനറേഷൻ, അത് നിജക്ഷു എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം രാജഭാരം നടത്തുന്ന അവസരത്തിലാണ്.
പിന്നെ ഇവിടുന്ന് ഇവർ മാറിയിട്ട് പിന്നെ കൗശാംബിയിലേക്ക് പോയി. കൗശാംബി നമ്മൾ ഇന്നത്തെ അലഹബാദ്. അപ്പോൾ അവിടെ പോയ അവസരത്ത് എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയ അവസരത്തിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻസ് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് മഹാഭാരത 1200 1300 അദ്ദേഹം പറയുന്നത് 900 വർഷമാണ്. പക്ഷേ കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ റിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1200 1300 വർഷം പഴക്കമുണ്ട്. മിത്തോളജിക്കൽ സ്റ്റോറീസ് അതേപടി നമ്മൾ ആർക്കിയോളജിസ്റ്റുകൾ ഫോളോ ഇല്ല ഇല്ല അല്ല അല്ല കോണ്ടെക്സ്റ്റ് നേരത്തെ അതെ അദ്ദേഹം ചോദിച്ചതുപോലെ പല സ്റ്റോറീസും പലയിടത്തായിട്ട് ആണ് 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 കേരളത്തിൽ വന്നു എന്ന് അല്ല 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 അത് ആരും ഇല്ല. അതെ കഥയുണ്ട്. ഇല്ല അതെ മറിച്ചിട്ട് കല്ലുണ്ട് മറ്റേ അതെ അതെ. അപ്പോൾ ഏത് വലിയ കല്ല് കണ്ടാലും ഭീമൻ്റെ കല്ല് ഏറ്റിട്ടുണ്ട്. അതെ ജഡായു പാറ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ മിത്തോളജിക്കൽ ഈ ഒരു സ്റ്റോറി ഇവിടെയാണ് നടന്നതെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം മഹാഭാരതത്തിന് 3 റിസെൻഷൻസ് വന്നിട്ടുണ്ട്. ഒറിജിനൽ മഹാഭാരതം 8800 വേഴ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 24,000 വേഴ്സസായി. അപ്പോൾ ആദ്യം ഇതിൻ്റെ പേര് ജയ എന്നായിരുന്നു, 8800 വേഴ്സസ് ഉള്ളത്. പിന്നെ അത് ഭാരതം എന്നായി, 24,000 വേഴ്സുകൾ. സാർ പറഞ്ഞു വരുന്നതനുസരിച്ച് മഹാഭാരതവും രാമായണവും മൈത്തോളജി അല്ല ഹിസ്റ്ററിയാണ് എന്ന് തന്നെയാണ്. നമ്മളിതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. അതായത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഇതൊക്കെ മൈത്തോളജിയാണെന്ന് പറയും. മറ്റവർ 2 lakh yearsൽ കൊണ്ടുപോകും, അത് 2 lakhs 3 lakh years. അപ്പോൾ ഇതൊന്നും ആർക്കിയോളജിസ്റ്റ് ഇതൊന്നും അംഗീകരിക്കില്ല. നമ്മളിതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇപ്പോൾ 1300 BC ആണ് മഹാഭാരതം, ഏതാണ്ട് 1500 BCയിലായിരിക്കണം രാമായണം എന്നുള്ള നിഗമനത്തിലാണ്. പിന്നെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മഹാഭാരതം ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് ആണെന്ന്. അതെ അതെ അതെ. അല്ല, ദർ വിൽ ബി എ കേണൽ ഓഫ് ട്രുത്ത്. ഫുള്ള് ഇതായിരിക്കില്ല, ദർ വിൽ ബി ഓറിയൻ്റൽ ഹൈപ്പർബോൾസും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മൈത്തോളജിൻ്റെ ഒരു ട്രുത്ത് അതിലുണ്ടാവും. അത് ഇങ്ങനെ ഇന്നത്തെ രൂപത്തിൽ പിന്നെ ഈ നമ്മൾ പറയുന്ന രൂപത്തിലുള്ള എല്ലാ എക്സാജറേഷൻസും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെ ആളുകൾ പാണ്ഡവന്മാരും കൗരവന്മാരും ജീവിച്ചിരുന്നു എന്നുള്ളൊരു പോസിബിലിറ്റി. അത് ട്രൈബൽ വാർഫെയർ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ദൂരം എന്ന് കണക്കിൽ 400-500 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പം പിന്നെ യുദ്ധം നടക്കുന്നത് പിന്നെ ഇവിടെ നമ്മളെ പിന്നെ കുരുക്ഷേത്രത്തിൽ. ആ കുരുക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ശ്രീകൃഷ്ണൻ്റെ സ്ഥലം മധുര. മധുര കുറച്ചും കൂടി അപ്പുറത്ത് പോകുന്നിരിക്കും, ഏതാണ്ട് 500 കിലോമീറ്റർ വരെ ഉണ്ടാവും. ഹരിയാന UP. ഹരിയാന UP അതെ അതെ. പക്ഷെ നമ്മൾ പറയുന്നത് ലോക യുദ്ധത്തിലായിരുന്നു. ഇവിടുന്ന് പിന്നെ പാണ്ഡ്യരാജ്യത്തു നിന്നും അതുപോലെ തന്നെ സത്യപുത്ര രാജ്യത്തു നിന്നും സൈന്യങ്ങൾ അവരെ പിന്നെ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു എന്നൊക്കെ പറയും. അത് പിന്നീട് വന്ന് കുരുക്ഷേത്ര അത് പിന്നെ ഈ സ്ഥലങ്ങളുണ്ടല്ലോ, സ്ഥലങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഹസ്തിനാപുരാണ് ഇവരെ ക്യാപിറ്റൽ. പിന്നീട് അതിൻ്റെ അടുത്ത് പിന്നെ കാമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ദ്രൗപദി ഉള്ളത്. പിന്നെ അഹിച്ഛത്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് ഇവരുടെ ഒരു വലിയ സെൻറ്ററായിരുന്നു. പിന്നീടുള്ളത് കുരുക്ഷേത്ര, അവിടെയാണ് യുദ്ധം നടക്കുന്നത്. പിന്നീട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല, അതിന് നിങ്ങളൊരു 5 സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തരണം എന്നുള്ളൊരു ഡിമാൻഡ് പാണ്ഡവന്മാരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഇന്ദ്രപ്രസ്ഥ എന്നാണ് നമ്മൾ പുരാണിക്കില ഡൽഹിയിലെ. പിന്നെ പാനിപ്പത്ത്, തിൽപ്പത്ത്, ബാഗ്പത്ത്, സോണിപ്പത്ത്, ഈ 5 സ്ഥലങ്ങളായിരുന്നു. ഈ 5 സ്ഥലങ്ങൾ എന്ന് പറയുകയാണ് ഡൽഹിയുടെ ഏതാണ്ട് ഒരു 30-35-40 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കുരുക്ഷേത്ര മുതൽ നമ്മൾ പിന്നെ മഥുര വരെ നോക്കുകയാണെങ്കിൽ ഒരു 420-500 കൂട്ടുക. ഈ 500 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത്, അല്ലാതൊരു ലോകമഹായുദ്ധമൊന്നുമല്ല അതുള്ളത്. അങ്ങനെയുള്ള അതാണ് അതിൻ്റെ ഭൂഗോള പിന്നെ പ്രകൃതി പിന്നെ ഇത്